എൻ്റെ പേര് സൗമ്യ. ഞാനിപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ചൂണ്ടി സെക്ഷനിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ 2012 ബിടെക് പാസ് ഔട്ടായ വ്യക്തിയാണ്. 2012 മുതൽ 2020 വരെ ഞാൻ പല പ്രൈവറ്റ് കമ്പനികളിലായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. 2020 ആയപ്പോൾ അപ്പോൾ വർക്ക് ചെയ്തിരുന്ന പ്രൈവറ്റ് കമ്പനിയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെ വീട്ടിലിരുന്നപ്പോഴാണ് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വന്നത്. എന്നാൽ ആ ടൈമിൽ നോട്ടിഫിക്കേഷൻസ് കുറെ, ഗവൺമെന്റ് ജോബിന്റെ നോട്ടിഫിക്കേഷൻസ് കുറെ വന്ന ടൈമായിരുന്നു. എന്നാൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു മൈൻഡായി. പിന്നെ അടുത്ത സംശയം എവിടെ പോയി കോച്ചിങ് എടുക്കും എന്നുള്ളതായിരുന്നു. കോച്ചിങ് എടുക്കാനായിട്ട് ആ ടൈമിൽ കുറെ ഫേമസ് ആയിട്ടുള്ള പേരുകൾ അന്ന് മനസ്സിലേക്ക് വന്നിരുന്നു. പക്ഷെ അവിടെയൊക്കെ ചെന്ന് ജോയിൻ ചെയ്താൽ ഞാനത് കണ്ടിന്യൂ ചെയ്യുമോ, ഇടയിൽ വെച്ച് നിർത്തിപ്പോരുമോ എന്നൊക്കെയുള്ളൊരു സംശയം കൊണ്ട് ഇങ്ങനെ മടിച്ചു നിന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഹോളിമാതയെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ ഫ്രണ്ട് അവിടെ പഠിച്ച് ജോലി കിട്ടിയ ഒരാളായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസാണ്, നമുക്ക് ഇൻ കേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ബിറ്റ്വീൻ ബ്രേക്ക് എടുക്കേണ്ട വന്നാലും നമുക്ക് അങ്ങനെ ഒരു നഷ്ടം തോന്നില്ല. വലിയ വലിയ ഫീസ് കൊടുത്ത് ഇടയിൽ വെച്ച് നിർത്തിപ്പോയി എന്നുള്ളൊരു തോന്നല് വരില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സാറിനോട് സംസാരിക്കുമ്പോൾ, ഹോളിമാതയിലെ ഷിൻഡു സാറിനോട് സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം, ഇതൊരു ക്രാഷ് കോഴ്സോ മറ്റോ അല്ല. ഞാൻ ജോയിൻ ചെയ്ത ആ ടൈമിൽ ഒരു എക്സാം വരുന്നുണ്ടായിരുന്നു. ജോയിൻ ചെയ്തതിന്റെ ഒരു 15 ഡേയ്സ്, ഒരു 1 മന്തിനുള്ളിൽ ഒരു എക്സാം വരുന്നുണ്ടായിരുന്നു, ഒരു എക്സാം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു, ക്രാഷ് കോഴ്സ് പോലെ എന്തെങ്കിലും ഉണ്ടോ സാർ? അപ്പൊ സാർ പറഞ്ഞു, അങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് ഒന്നും ഇവിടെ ഇല്ല. നീ ഇപ്പൊ ആ എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണ്ട. കാരണം ഈ 15 ദിവസത്തേക്ക് പഠിപ്പിച്ച് നിനക്ക് ജോലി തരാൻ എന്തായാലും എന്നെ കൊണ്ട് സാധിക്കില്ല. നീ എന്തോരം പഠിച്ചാലും അത് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ അങ്ങനെ, സാധാരണ ഒരു ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാ നമുക്ക് ചെയ്യാം എന്നല്ല ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഏതൊരു കോച്ചിങ് സെന്ററിലും പറയുള്ളൂ. പക്ഷെ സാറ് പറഞ്ഞത് നേരെ തിരിച്ചാണ്. നീ ഇപ്പൊ ക്രാഷ് കോഴ്സിനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു 15 ദിവസത്തേക്കുള്ള ക്ലാസ്സിന് വേണ്ടി നീ വരണ്ട. നീ വരുവാണെങ്കിൽ ഈ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അടുത്ത എക്സാംസിന് വേണ്ടിയിട്ട്, ഇനി വരാനിരിക്കുന്ന എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 1 ഇയർ ഇവിടെ നിന്ന് പഠിക്കുക, അങ്ങനെയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പഠിച്ചെങ്ങും എത്തില്ല, ജോലി കിട്ടുകയില്ല. 1 ഇയർ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്ന് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായിരുന്നു. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ആദ്യത്തെ ആ എക്സാം ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാനെന്നാ ജോയിൻ ചെയ്യുകയാണ് ഹോളിമാതയില്. അപ്പൊ സാർ പറഞ്ഞു, ഓക്കെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. മൂവാറ്റുപുഴയായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വന്നോളാൻ പറഞ്ഞു. പക്ഷെ ആ ടൈം കോവിഡ് സ്റ്റാർട്ട് ചെയ്ത ടൈമായിരുന്നു. ഒരു ദിവസം എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുള്ളൂ. കോവിഡ് സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ്സസ് ഒക്കെ പൂട്ടി. അത് കഴിഞ്ഞ് പിന്നെ സാറ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം, നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് നിങ്ങളെ വീട്ടിൽ തന്നുവിടാം, ആ മെറ്റീരിയൽസ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ പെട്ടെന്ന് എക്സാം ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, അപ്പൊ ഈ ഉള്ള മെറ്റീരിയൽസ് പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് മെറ്റീരിയൽസ് കിട്ടി. ആ മെറ്റീരിയൽസ് റിപ്പീറ്റഡ് ആയിട്ട് സാറിനോട് ചോദിക്കുമ്പോൾ സാർ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സാധനം തന്നെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് മനസ്സിൽ വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് എക്സാം ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ മെറ്റീരിയൽസ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു എക്സാം ഡിക്ലെയർ ചെയ്യുന്നു. അപ്പൊ അതിന് തൊട്ട് മുന്നേ വരെ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സാറ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ ഓഫ്ലൈൻ പറ്റില്ല, ഓൺലൈൻ ക്ലാസ്സസേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഓഫ്ലൈൻ എല്ലാം ബാൻ ചെയ്തേക്കാണ്. അപ്പൊ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നത്. ഞാനൊക്കെ പഠിച്ചിരുന്നത് ഓഫ്ലൈൻ ക്ലാസ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഇത് നടക്കുമോ നടക്കില്ല എന്നുള്ളൊരു തോന്നൽ തന്നെയായിരുന്നു. ഓൺലൈൻ ക്ലാസ് കൊണ്ട് എങ്ങും പഠിക്കുമൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡിൽ തന്നെ കയറിയിരുന്നത്. പക്ഷെ ആദ്യം ഒരു 2 മാസത്തെ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് എക്സാം വന്നു. 2 മാസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പഠിക്കാനൊന്നും സമയമൊന്നും കിട്ടിയില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യുക, രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും വൈകുന്നേരവും ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നോട്ട് എഴുതുക. ആ നോട്ട് ഒരു പ്രാവശ്യം വായിക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ പക്ഷെ എന്നാലും ആദ്യം കുറച്ച് മെറ്റീരിയൽസ് തന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് എക്സാം എഴുതി. പക്ഷെ ആദ്യത്തെ എക്സാം വളരെ ഫ്ലോപ്പായിരുന്നു. എനിക്കൊരു 60+ മാർക്ക് കിട്ടിയുള്ളൂ. പക്ഷെ ആ 60+ മാർക്ക് എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു ക്രെഡിറ്റ് ആയിരുന്നു. കാരണം ഒരു ഇതും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തതാണ്, ഒരു ഉറപ്പും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് ഫസ്റ്റ് എക്സാമിൽ ഒരു 60+ മാർക്ക് കിട്ടുക എന്നുള്ളത് എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത എക്സാം ആയി.
അടുത്ത എക്സാമിന് വേണ്ടി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. അത് ആദ്യത്തെ എക്സാമിന് തന്ന അതേ ക്ലാസ്സുകൾ തന്നെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ടായിരുന്നു അടുത്ത എക്സാമിന് വേണ്ടി. കാരണം സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തു തന്നു. ഓരോ സബ്ജക്റ്റിനും നോട്ടുകൾ മിസ്സുമാര് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന്റെ അതേ ചായല് നോട്ട് എഴുതി അങ്ങനെയാണ് ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഓരോ സബ്ജക്റ്റിനും പല പല നോട്ടുകളായിരുന്നു. ഒരേ ടോപ്പിക്ക് തന്നെ പല നോട്ടുകളിലായിട്ട് അല്ലെങ്കിൽ ഓരോരോ ക്ലാസ് കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്ത് കിട്ടുമായിരുന്നു. അപ്പൊ ഇത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഇതേ ടോപ്പിക്ക് തന്നെ വായിച്ചും കണ്ടും അവസാനം നമ്മൾ ആ ബുക്കുകളും തമ്മിൽ വളരെ പരിചയമാവും. നമ്മൾ ഈവൻ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ പേജ് അടക്കം ആ എഴുതിയ മഷി അടക്കം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രീതിയിൽ ആ ഒരു രീതിയിലായി റിപ്പീറ്റഡ് ആയിട്ട് അത് തന്നെ പഠിക്കാൻ പറയും സാർ. ഒരേ സാധനം ഇന്ന് പഠിച്ച സാധനം നാളെ പുതിയൊരു ടോപ്പിക് എടുക്കുന്നതിന് മുമ്പ് ഈ ഇന്നലെ പഠിച്ചത് മുഴുവൻ വായിച്ചിട്ടേ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാവുള്ളൂ എന്ന് പറയും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരേ സാധനത്തിനെ തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും വായിക്കുകയാണ്. അതിങ്ങനെ മനസ്സിലേക്ക് പതിഞ്ഞു വരും. അതായിരുന്നു സാറിന്റെ ഒരു സ്ട്രാറ്റജി. പഠിപ്പിക്കുന്നതിന്റെ ഒരു സ്ട്രാറ്റജി അതായിരുന്നു. ഒരേ കാര്യങ്ങളെ തന്നെ പിന്നെയും റിവൈസ് ചെയ്യാൻ പറയും. അത് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. റിവിഷൻ ആണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും പഴയത് പഠിച്ചത് റിവൈസ് ചെയ്യാനായിട്ട് അതായിരുന്നു സാറിന്റെ ഒരു സ്ട്രാറ്റജി.